ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മളെ ഷാജിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവരെ കുറിച്ചിട്ട് ഞാനൊരു 5-6 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിനെ ഭയങ്കരമായിട്ടൊരു വെല്ലുവിളിക്കുന്ന രീതിയിലും പിന്നെ എന്താ പറയുക കുറച്ചൊരു അഹങ്കാരം കലർന്ന ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളിവരെ പറ്റിയൊരു പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനെപ്പറ്റിയുള്ള ആ ഒരു പെട്ടെന്നുള്ളൊരു സ്വഭാവ മാറ്റത്തിനെ പറ്റിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ വേറൊരു ചാനലൊരു വീഡിയോ കണ്ടിട്ടോ. അത് ഈ ഒരു കുട്ടീനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു തകർക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഷാജിദ ചേച്ചി ഒരു റിയാക്റ്റിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഗർഭം അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എൻ്റെ നാത്തൂനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ നാത്തൂൻ എനിക്കിപ്പോൾ ദിവ്യ ഗർഭം ഉണ്ടാക്കി തന്നല്ലോ. 4 മാസം ഷാജിദ എവിടെ ആയിരുന്നു, 4 മാസം ഷാജിദാക്ക് ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എൻ്റെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല, അവളുടെ താമസ സ്ഥലം മാത്തൂരാണ്. ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവാണ്. ഇതില് ആരൊക്കെ എന്തൊക്കെയോ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എവിടെ നിന്നാണ് ഗർഭം ഉണ്ടായത്, ഞാൻ 4 മാസം കടന്നത് ഈ പറയുന്ന എൻ്റെ ഇക്കാന്റെ ആൾക്കാര്, നിങ്ങൾക്ക് മറ്റേ ഇതില് വിശ്വാസം ഉണ്ടോന്ന് അറിയില്ല, എന്താ പറയുക സിഹിർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്ത് വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലിപ്സ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജി ഓൾറെഡി ഇയാൾക്ക് 5 കുട്ടികളുണ്ട്. അപ്പം 6ാമതൊരു എന്താ പറയുക കൺസീവ് ആവുക, എന്നിട്ട് അത് പിന്നെ അബോർഷനാക്കുകയും ചെയ്ത്. അപ്പോൾ ഇയാളുടെ ഒരു ഹസ്ബൻഡ് മരിച്ച ആ ഒരു ടൈമിൽ ആ ഒരു പീരീഡിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു എന്താ പറയുക ഒരു വിഡോ ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ തകർക്കാൻ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ ആൾക്ക് ചേർത്ത് പിടിക്കാൻ ഒരാളില്ല. ആ ഒരു വ്യക്തിനെ ഇട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ടിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ടോർച്ചറിങ് ചെയ്ത് വിടുന്നത്. അപ്പം ഈ ഇന്നലെ വന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ചാനലിൽ വന്ന വീഡിയോയിലാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പം അതെല്ലാം ഈ കുട്ടി അങ്ങനെ തന്നെ ആണെങ്കിൽ കൂടിയിട്ട് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ഈ കുട്ടീൻ്റെ ഫാമിലീനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 5 ചെറിയ മക്കളാണുള്ളത്. മൂത്ത ആൾക്ക് 12-14 വയസ്സോ അങ്ങനത്തെ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആ കുട്ടികളെ ഉമ്മനെ പറ്റി പറയുമ്പോൾ അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. കാരണം അവർക്ക് എന്ന് വെച്ചാൽ അവരെ കൂടെ നിർത്തി ആശ്വസിപ്പിക്കാൻ അവരെ ഉപ്പ എന്ന് പറയുന്ന ആളിന്ന് ഭൂമിയിലില്ല. അപ്പോൾ അങ്ങനെ ആരും ഇല്ലാത്ത ഒരാളാണ് ഈ വേറൊരു യൂട്യൂബർ ഇട്ടുങ്ങാണ്ട് ഇത്രയും ഒരു സോഷ്യൽ മീഡിയേൻ്റെ മുന്നിലേക്ക് ഇത്രയും വലിയൊരു അപവാദത്തിന് ഇട്ടുകൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷാജിദ എന്താ പറയുക ഈ വീഡിയോ ചെയ്ത യൂട്യൂബർക്കെതിരായിട്ട് ലീഗലി നീങ്ങണം തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം അത്രയും ഇപ്പം നമ്മളായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പൊതുസമൂഹത്തിൽ നമ്മളങ്ങനെ വലിച്ചു കയറുന്ന പോലുള്ളൊരു വീഡിയോ ആണ്. കാരണം ഭർത്താവ് മരിച്ചതിന് ശേഷം 6ാമതും പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ പറയുമ്പം എത്രത്തോളമാണ് ആ ഒരു വീഡിയോ ഇട്ട ആളുടെ ഒരു മാനസികാവസ്ഥ, ഈ കുട്ടി എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ബാക്കി ഇവരുടെ സ്വഭാവമൊക്കെ നമുക്കവിടെ മാറ്റി വെക്കാം. അതൊക്കെ നമുക്ക് എന്താ പറയുക വിമർശിക്കാൻ ഉള്ളത് തന്നെയാണ്. കാരണം ഇവർ ആ ഒരു 5 മക്കളെയും കൊണ്ട് യൂട്യൂബിൽ വന്നപ്പം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിനോണ്ടാണ് പെട്ടെന്ന് തന്നെ 1 ലാക്ക് സബിൻ്റെ മേലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവരുടെ സ്വഭാവത്തിൽ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വന്ന് ഇവർ വല്ലാതെ എന്താ പറയുക കുറച്ചൊരു അഹങ്കാരം കൂടി പോയെന്നൊരു സംശയം എനിക്കും ഇല്ലാതല്ല കേട്ടോ. കാരണം വെച്ചാൽ എല്ലാവരും ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസാരം, പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സെക്കൻഡ് മാരേജ് ചെയ്തത്. അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. കാരണം ആ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ അവർ മാനസികമായിട്ട് എത്രത്തോളം തകർന്നിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മൾ എന്താ പറയുക ആരും വന്ന് ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചെയ്ത യൂട്യൂബറോട് എനിക്ക് പറയാനുള്ളത് എല്ലാം എന്താ പറയുക നമുക്ക് നമ്മുടേതായിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക മറ്റുള്ളവർ അനുഭവിക്കുന്നതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവുക. അതുവരെ നമുക്കിങ്ങനെ പറയാനൊക്കെ നല്ല രസമായിരിക്കും. പക്ഷെ എന്തായാലും അത് ചെയ്തത് ഭയങ്കര ഒരു തെറ്റാണ് കേട്ടോ. കാരണം ഈ ഒരു 5 കുട്ടികളെ
ഉമ്മനെ കൊണ്ടുവന്നെങ്ങാണ്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറാൻ ഇട്ട് കൊടുത്ത് ഒരു ആളുടെ നാത്തൂൻ്റെ വോയിസാണെന്ന് പറഞ്ഞെങ്ങാണ്ട് എത്ര റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇതൊന്നും ആരോടും ചെയ്യരുത്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവരാ ഒരു നല്ല സമയം കൊണ്ട് അവരാ യൂട്യൂബ് എന്താ പറയുക കുറച്ചൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി നല്ല രീതിയിൽ ജീവിച്ചോട്ടെ. അപ്പോൾ ആ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തത്. പ്രത്യേകിച്ച് അവരുടെ മക്കളൊക്കെ ഓർക്കണം യത്തീംഖാനയിലൊക്കെ നിന്ന് പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ കുട്ടികളെ മറ്റു കുട്ടികൾ ഇവരെ കുട്ടികളെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് എത്രത്തോളം ഒരു പ്രയാസമുണ്ടോ അതെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ട് ആ വീഡിയോ ഒന്നും ഇടാതിരിക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും ഷാജിദ ഈ ഒരു എന്താ പറയുക ലീഗലി മൂവ് ചെയ്യണം. സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കാൻ ഷാജിദക്ക് കഴിയണം. കാരണം ഷാജിദിൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ വെച്ചാൽ ആൾ നല്ല ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത്. ഒന്നുമില്ലെങ്കിലും ഒരു വർഷത്തോളം എന്താ പറയുക ഹസ്ബൻഡ് ഇല്ലാതെ 5 മക്കളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നില്ലേ. ഇക്കാലത്ത് നമുക്ക് 2 കുട്ടികളെ തന്നെ ഉള്ളൊരു ഫാമിലി നോക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം അത്രയാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റിലുള്ളത്. അപ്പം ആ ഒരു കാലത്ത് ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിയിട്ടാണെങ്കിലും അവർക്ക് അതിലൂടെ നല്ലൊരു ഏണിങ്സും കിട്ടി അവർ നല്ല രീതിയിൽ തന്നെ ആ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ആലോചിക്കുക. കാരണം നമുക്കിവിടെ ഇരുന്നിട്ട് ഈ ഒരു ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ മുന്നിലിരുന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റും അനുഭവിക്കുന്നത് ആ കുട്ടികളും കൂടിയാണ്.